പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത OR കേളു രാജ്ഭവനിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിൽ സന്തോഷമെന്ന പ്രതികരണം. വയനാട്ടിൽ മന്ത്രിയുണ്ടായതിനാൽ ജനങ്ങൾക്ക് പ്രതീക്ഷ. വന്യമൃഗാക്രമണങ്ങളിൽ ശാശ്വത പരിഹാരം കാണുമെന്നും OR കേളു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ഇരമ്പുന്നു. തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം. സമരം പ്രഖ്യാപിച്ച SFIയും മലപ്പുറം കളക്ടറേറ്റിലേക്ക് നാളെ മാർച്ച്. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള സർക്കാർ ചർച്ച ചൊവ്വാഴ്ച. TP വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിനായുള്ള നീക്കത്തിൽ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി ജയിൽ ADGP. പ്രതികൾക്ക് ഇളവ് നൽകില്ലെന്നും സൂപ്രണ്ടിന് പിഴവ് സംഭവിച്ചുവെന്നും ജയിൽ മേധാവിയുടെ വാദം തള്ളി ജയിൽ സൂപ്രണ്ട്. വയനാട് ബാണാസുരയിലും കടുവ. അണക്കെട്ടിലൂടെ നീന്തിപ്പോകുന്ന കടുവയുടെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം റിസർവോയറിന്റെ ഉൾവശത്ത് വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിൽ. ദൃശ്യങ്ങൾ പകർത്തിയത് ബോട്ട് സവാരി നടത്തിയ വിനോദസഞ്ചാരികൾ. കേണിച്ചിറയെ ഭീതിയിലാഴ്ത്തിയ കടുവയെ മയക്കുവെടി വയ്ക്കുവാൻ ഉത്തരവ്. കടുവയ്ക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. തിരച്ചിൽ പ്രതിസന്ധിയിലാക്കി മഴ. മയക്കുവെടി വയ്ക്കുവാൻ വെറ്റിനറി സർജനും സംഘവും സ്ഥലത്ത്. കൊച്ചി മാടവനയിലെ ബസ് അപകടത്തിൽ ഒരു മരണം. മരിച്ചത് ബൈക്ക് യാത്രികനായിരുന്ന ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ. 12 പേർ ചികിത്സയിൽ. ബസ് ഡ്രൈവർ തമിഴ്നാട് തെങ്കാശി സ്വദേശി പൽപ്പാണ്ടി കസ്റ്റഡിയിൽ. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കല്ലട ബസ്. ലൈംഗിക അതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ സഹോദരൻ സൂരജ് രേവണ്ണ അറസ്റ്റ്. പാർട്ടി പ്രവർത്തകൻ നൽകിയ പരാതി. പാർട്ടി പ്രവർത്തകനായ യുവാവിനെ പീഡനത്തിനിരയാക്കിയെന്ന് പരാതി. മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് മമത ബംഗാളിൽ തുടരുന്നതെന്ന ആരോപണം. കൊൽക്കത്തയിൽ ആർക്കും സുരക്ഷയില്ലാത്ത അവസ്ഥ. തനിക്കെതിരായ ലൈംഗികാരോപണം ചിലരുടെ ആലോചനയില്ലാത്ത പ്രസ്താവന മാത്രമെന്നും നിയമ പോരാട്ടത്തിന് പ്രസക്തിയില്ലെന്നും ആനന്ദബോസ്. പ്രതികരണം ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ. EP ജയരാജനെ തിരുത്തുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP നേതാക്കളുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ച ഗൗരവപൂർവ്വം പരിശോധിക്കും. തിരുത്താനുള്ളതെല്ലാം തിരുത്തുമെന്നും മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ. തൃശൂരിൽ മകൻ അമ്മയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പട്ടപ്പടിയിൽ വലിയകത്ത് ശൈലജ. മകൻ ഹാലിദ് കസ്റ്റഡിയിൽ. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് വാർത്ത ബോധപൂർവം സൃഷ്ടിക്കുന്ന നുണയെന്ന മന്ത്രി MP രാജേഷ്. നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും പ്രതികരണം. ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണിത്. ബോധപൂർവം സൃഷ്ടിക്കുന്ന അബദ്ധങ്ങളാണിത്. അപ്പം അതുകൊണ്ട് ഈ കള്ളങ്ങൾ എത്ര പൊളിഞ്ഞു വീണു ഇതുവരെ? അതിൻ്റെ കണക്കാരെങ്കിലും എടുക്കാറുണ്ടോ? ഇല്ല. ഈ കള്ളം പ്രചരിപ്പിക്കുന്നവർക്കറിയാം ഇതിൻ്റെ വസ്തുത നാളെ ആരും അന്വേഷിച്ച് പോവില്ല. പക്ഷേ തുടർച്ചയായി ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന തോന്നൽ പൊതുവായി ഉളവാക്കാനാവും. അതിനു വേണ്ടിയിട്ട് ആസൂത്രിതമായി നടക്കുന്നതാണ് ഇതെല്ലാം.
ഒന്നും പറയാനില്ലെന്ന എം വി ഗോവിന്ദൻ. പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനം ലീഗ് വിമർശനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ്. തോറ്റാലും തോൽവി സമ്മതിക്കാത്ത മുഖ്യന് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയെന്ന ചന്ദ്രികയിൽ എഡിറ്റോറിയൽ. പിണറായിക്ക് അതിഭീകര പരാജയത്തിന്റെ കാരണക്കാരനായതിലെ വിഭ്രാന്തിയെന്ന KM ഷാജി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 30 കോടിയുടെ കൊക്കൈൻ പിടികൂടി റവന്യൂ ഇന്റലിജൻസ്. 2 ടാൻസാനിയൻ പൗരന്മാർ പിടിയിൽ. ഗുസ്തി താരം ബജ്രംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ. നടപടി ദേശീയ ഡോപ്പിംഗ് ഏജൻസിയുടേത്. സസ്പെൻഷൻ ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ പുനിയ വിസമ്മതിച്ചതോടെ.